വാർത്തകൾ വിശദമായി നോക്കാം. തമിഴ്നാട് കാരൂരിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട മരിച്ചവരുടെ എണ്ണം 40ആയി. അതേസമയം സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട ടി.വി.കെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി നാളെ ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് പരിഗണിക്കും. ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും ടി.വി.കെയുടെ ആരോപണം. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് വിജയ് 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. വിവരങ്ങൾ നൽകുന്നത് ഫൈസൽ അസീസാണ്. ഫൈസൽ, ക്രമാതീതമായി മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ മരണസംഖ്യ 40 ആയിരിക്കുന്നു. മറ്റുള്ളവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്, പരിക്കുകളോടെ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടി.വി.കെയും. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഫൈസൽ? രേണുക, അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വിവരം എന്ന് പറയുന്നത് വിജയുടെ റാലി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് ചില സംഘടനകൾ ഈ ചെന്നൈ ഹൈക്കോടതി അല്ലെങ്കിൽ തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയം ഇപ്പോൾ ഈ അല്പസമയത്തിനകം തന്നെ മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. ഇപ്പോൾ അതായത് ഈ റാലിക്കിടെയാണ് ഇന്നലെ കരൂരിൽ നടന്ന വിജയുടെ ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ റാലിക്കിടെയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ലോകമൊട്ടാകെ ഞെട്ടിയൊരു ദുരന്തമായി അത് മാറുകയും ചെയ്തു. ഇപ്പോൾ മരണസംഖ്യ 40 എന്നൊരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും അത് കൂടാനുള്ള സാധ്യത തള്ളിക്കളയാതെയാണ് അധികൃതർ സംസാരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് ഇത്തരത്തിൽ ദുരന്തം ഉണ്ടായിരുന്നത്. ഈ കരൂരിൽ ഏകദേശം 1 മണിയോടെ തുടങ്ങുമെന്ന് പറഞ്ഞ റാലിയാണ്. ഇത് 12 മണിയോടുകൂടി അല്ലെങ്കിൽ 10 മണിയോടുകൂടി തന്നെ ആരാധകർ, വിജയെ സ്നേഹിക്കുന്നവർ, വിജയുടെ ആരാധകർ, ഈ വിജയെ കാണാനെത്തിയവർ നിരവധി പേർ ഈ ഒരു കരൂരിലെ ഈ റാലി നടക്കുന്ന സ്ഥലത്ത് തടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് തിക്കിലും തിരക്കിലും പെട്ട് വെള്ളം പോലും ലഭിക്കാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് നിരവധി പേർ കുഴഞ്ഞു വീണത്. ഇതിൽ ഗർഭിണികളും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്നുമുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ടി.വി.കെ ഉൾപ്പെടെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ സ്ഥലത്ത് കല്ലേറുണ്ടായി എന്നുള്ള ആരോപണമാണ് ടി.വി.കെ ഉന്നയിക്കുന്നത്. ആ ഒരു വിഷയത്തിൽ അന്വേഷണം വേണം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഒരു മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സംഭവമാണെന്നാണ് ടി.വി.കെയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം, സ്വതന്ത്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുകയാണ് ടി.വി.കെ. അതുമായി ബന്ധപ്പെട്ട് ടി.വി.കെ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജിയും സമർപ്പിച്ചു. ഹർജി നാളെ പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അതായത് വിജയുടെ റാലി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഹർജി മധുര ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഇന്ന് വൈകുന്നേരം 4:30 പരിഗണിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോഴും 111-ലേറെ പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ICUവിൽ ഉൾപ്പെടെയുള്ള ഗുരുതരാവസ്ഥയിൽ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഏതായാലും മരണസംഖ്യ ഇപ്പോൾ 40 എന്നൊരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ ഇന്നലെ 7:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി വൈകുന്നേരം 7:30 അന്ന് ആദ്യം ഒരു മരണം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അത് നിമിഷങ്ങൾക്കകമാണ്, വെറും മിനിറ്റുകൾക്കകമാണ് അതൊരു 39 അല്ലെങ്കിൽ 40 എന്നൊരു സംഖ്യയിലേക്ക് എത്തുന്നത്. ഇന്നാണ് ഒരാൾ മരണപ്പെട്ടത്. അങ്ങനെ 40 എന്നുള്ളൊരു സംഖ്യയിലേക്ക് എത്തുകയാണ്. ഏതായാലും ഈ തമിഴ്നാട് സർക്കാർ വേണ്ട വിധത്തിൽ ചികിത്സാ സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയുന്ന പോലെ ഈ വിജയുടെ ആരാധകർ എന്ന് പറയുന്നത് നിരവധി പേരാണ്. തമിഴ്നാട്ടിലെ സംബന്ധിച്ച് വിജയ് ഒരു പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് വിജയ് ഒരു പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആരാധക പ്രവാഹങ്ങളുള്ള ഒരു മനുഷ്യനാണ്, ഒരു നേതാവാണ്, അല്ലെങ്കിൽ ഒരു നടനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണാനും വേണ്ടി നിരവധി പേരാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്, ഈ കരൂരിലെ ഈ ഒരു റാലി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ 1:30 ഏകദേശം 1 മണിയോടുകൂടി റാലി ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും 5 മണിക്കൂർ വൈകി വിജയ് ഏകദേശം ഒരു 6 മണി 6:30 വിജയ് അവിടേക്ക് എത്തിയത്. വിജയ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആരാധക പ്രവാഹം തന്നെ, ഒരു ജനങ്ങളുടെ പ്രവാഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ റാലി നടക്കുന്ന ഇടയിലുള്ള ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ആൾക്കാർ കുഴഞ്ഞു വീഴുന്ന സമയത്ത് വെള്ളം ആവശ്യപ്പെടുന്നതും ആംബുലൻസും ഒക്കെ ആവശ്യപ്പെടുന്നതും ഒക്കെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് വന്നതോട് ആ ഒരു സാഹചര്യം എത്തിയതോടുകൂടി വിജയ് ആ റാലി വിട്ട് റാലി പ്രസംഗം മുഴുമിപ്പിക്കാതെ റാലിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങി എന്നുള്ളൊരു വാർത്തയാണ് പിന്നീട്
പിന്നീട് പുറത്തു വന്നത്. പിന്നീട് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള കരൂർ MLA സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ള സംഘം ആശുപത്രിയിലെത്തുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെയും നേതൃത്വം നൽകുന്നു, ചികിത്സ ഉറപ്പാക്കുന്നു. അതായത് ഈ അപകടം സംഭവിച്ചവർക്ക് ചികിത്സകൾ ഉറപ്പാക്കുന്നു. അങ്ങനത്തെ രീതിയിലുള്ള ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇന്നും ഒരാൾ മരണപ്പെട്ടിരിക്കും. അങ്ങനെയാണ് 40 എന്നുള്ളൊരു സംഖ്യയിലേക്ക് മരണസംഖ്യ എത്തുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ TVKയും മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിജയുടെ റാലി റദ്ദാക്കണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രേണുക, അതുതന്നെയാണ് ഫൈസൽ. എന്നാലും പക്ഷേ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിൽ ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്ന് വേണം പറയാൻ. കാരണം എങ്ങനെയാണ് ഈ ഒരു അപകടം അവിടെ ഉണ്ടായത് എന്നൊരു കാര്യത്തിൽ, എവിടെ വീഴ്ച പറ്റി, ആർക്ക് വീഴ്ച പറ്റി, എങ്ങനെയാണ് എന്നൊരു കാര്യത്തിൽ കൂടി എന്തായാലും വ്യക്തത വരേണ്ടതുണ്ട്. 10,000 പേർ പങ്കെടുക്കുമെന്നാണ് ആദ്യം അറിയിച്ചതെങ്കിലും പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. അപ്പോഴും 500 പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊരു ചോദ്യം കൂടെ പോലീസ് ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിനോട് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 10,000 പേർക്ക് 500 പേര് എന്നൊരു പോലീസ് സേനയെ അവിടെ എത്തിച്ചപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചപ്പോൾ എന്തുകൊണ്ട് പോലീസ് സേനയെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം അവിടെ ഒരുക്കിയിട്ടില്ല എന്നൊരു ചോദ്യം കൂടെ ഉയരുന്നതല്ലേ ഫൈസൽ? തീർച്ചയായും രേണുക, കാരണം രേണുക സൂചിപ്പിച്ചതുപോലെ 10,000 പേർക്കാണ് അനുമതി നൽകിയത് പോലീസ്. ഈ ഒരു പരിപാടിക്ക് വേണ്ടി 10,000 പേർക്കാണ് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയത് ലക്ഷക്കണക്കിന് പേരാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പോലീസിൻ്റെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഉത്തരവൊക്കെ പോലീസിൻ്റെ ഒരു അറിയിപ്പ് ലംഘിച്ചുകൊണ്ട് നിരവധി പേർ പങ്കെടുത്തു. അതുതന്നെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി കൂടാൻ കാരണമായത്. കാരണം ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തു എന്ന് പറയുന്നത് നമുക്കറിയാം. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ഈ ഒരു അസഹ്യമായ ചൂടും ഉണ്ടാകും. കാരണം 1:30 പരിപാടി ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. പിന്നീട് 10 മണിക്ക് തന്നെ ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 1 കിലോമീറ്ററുകളോളം ജനങ്ങളുടെ ഒരു ബാഹുല്യമുണ്ട്, ജനപ്രവാഹമുണ്ടായിരുന്നു, ജനസാഗരമായിരുന്നു എന്നാണ് ഈ മനസ്സിലാക്കുന്നത്, ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ജനങ്ങളെ അപകടത്തിൽപ്പെട്ടവരെ എടുത്തുകൊണ്ട് പോകുവാൻ പോലും വളരെയധികം ബുദ്ധിമുട്ട്. ഈ പരിപാടി നടക്കുന്നതിന് 200 മീറ്റർ അപ്പുറത്താണ് ഈ പരിപാടി നടക്കുന്ന 200 മീറ്റർ അപ്പുറത്താണ് ഈ ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഹോസ്പിറ്റലിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഈ പരിക്ക് പറ്റിയവരെ അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ അവരെ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 200 മീറ്ററിലേക്ക് കടന്നെത്താൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഈ അബോധാവസ്ഥയിലായവരെ ഈ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വളരെ പ്രയാസപ്പെട്ടു, അത്രയും ജനസാഗരം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു തടസ്സങ്ങളും ഉൾപ്പെടെയുള്ളവ ഇതിലൊരു വലിയൊരു പ്രയാസം സൃഷ്ടിച്ചിരിക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഇതിലുണ്ട്. ഏതായാലും ഇപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിജയുടെ ഈ ഒരു നിലപാട് തന്നെയാണെന്നാണ് ഏറ്റവും വലിയ വിമർശനമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്ന ഒരു വിമർശനം അത് തന്നെയാണ്. കാരണം വിജയ് ഒന്ന് പ്രതികരിക്കാതെ പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിച്ച് വിജയ് TVK അധ്യക്ഷനായ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ അദ്ദേഹം തഞ്ചാവൂർ എയർപോർട്ടിലെത്തുന്നു, അവിടെ നിന്ന് നേരെ ചെന്നൈയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. പിന്നീട് ഒരു എക്സ്പോസ്റ്റിലാണ് അദ്ദേഹം പറയുന്നത് ഹൃദയം നുറങ്ങുന്ന വേദനയാണ് മരിച്ചവരുടെ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഇന്നാണ് അദ്ദേഹം 20 ലക്ഷം രൂപ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അല്ല, ഈ രണ്ട് അറിയിപ്പുകളല്ലാതെ മറ്റൊന്നും വിജയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഏതായാലും TVK ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയിക്കുന്നത് കൊണ്ട് തന്നെയാണ് TVK ഹൈക്കോടതിയെ സമീപിച്ചത്. മദ്രാസ് ഹൈക്കോടതി സമീപിച്ചായ ആ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. ഏതായാലും വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ വിവാദവുമായിട്ടുണ്ട്. കാരണം ഈ ഇത്തരത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഒപ്പം തന്നെ DMK ഉൾപ്പെടെയുള്ളവർ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അതുപോലെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും രാഷ്ട്രപതിയും പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എല്ലാവരും ഈ ഒരു സംഭവത്തെ അനുശോചിച്ചുകൊണ്ട് ഇന്നലെ തന്നെ അവരുടെ അനുശോചനമൊക്കെ പങ്കുവച്ച ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും വിഷയം ഇപ്പോൾ വളരെ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10,000 പേർക്കാണ് അനുമതി നൽകിയത്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കൃത്യവിലോപം തന്നെയായിട്ട് നമുക്ക് കാണേണ്ടി വരും.
അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. അപകടം നടന്ന ഉടൻ ഈ ആ ഭാഗത്തേക്ക് ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ നിർദ്ദേശം നൽകി ആ ഒരു സ്ഥലത്തേക്ക് എത്തണമെന്ന് MK സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശം നൽകുന്നു. അതുപോലെ കരൂർ MLA സെന്തിൽ ബാലാജി, ആരോഗ്യമന്ത്രി, അത്തരത്തിലുള്ള മന്ത്രിമാർക്ക് ഉൾപ്പെടെ ഈ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഉടൻ എത്താൻ വേണ്ടി നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം 111 പേർ ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. രേണുക, അതുതന്നെയാണ് ഫൈസൽ. ഏകദേശം ഫൈസൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കരൂരിൽ നിന്ന് ഏകദേശം 200 മീറ്റർ അകലെയാണ് ആശുപത്രി എന്ന് പറയുമ്പോഴും ഈ 200 മീറ്ററിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു സമയതാമസം ഇവിടെ കൃത്യമായി ഉണ്ടായി എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഈ നാലുവരിപ്പാതയിൽ തടിച്ചുകൂടി ആരാധകരും വിജയുടെ ആരാധകർ അടക്കം ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുമ്പോൾ ഒരു ആംബുലൻസ് പോലും ആ ഒരു സമീപത്ത് കടന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കൃത്യമായ രീതിയിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഒരു നാമനിർദ്ദേശം ഉണ്ടായിരുന്നു, ആംബുലൻസ് ഈ വിജയ് നിൽക്കുന്ന ഭാഗത്തായി വേണമെന്ന്. എന്നിട്ടും ആംബുലൻസിന് അവിടെ കടന്നു വരാനുള്ള ഒരു സൗകര്യമില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ സുരക്ഷാ വീഴ്ച എന്താണ് എന്നത് വ്യക്തമാകും. ഒരുപക്ഷെ ആംബുലൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മരണസംഖ്യ ഉയരില്ലായിരുന്നു ഫൈസൽ, അല്ലേ? തീർച്ചയായും ഈ ജനപ്രവാഹം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ 200 മീറ്റർ ഇല്ല, അതിലും കുറവാണ് ഈ ഒരു ആശുപത്രി എന്ന് പറയുന്നത്. ഈ ആശുപത്രി അവിടെ സ്ഥിതി ചെയ്യുന്ന ആശുപത്രി. അപ്പോൾ അവിടേക്ക് എത്താനുള്ള ഒരു പ്രയാസം വളരെ ദുഷ്കരമാണെന്നാണ് ഈ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കാരണം അത്രയും ജനങ്ങൾക്കിടയിലൂടെ എങ്ങനെ ഈ അബോധാവസ്ഥയിലായവരെ എത്തിക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക് തന്നെയായിരുന്നു അത്. കാരണം അത് അത്രയും ഒരു ചലഞ്ചായിരുന്നു അത്. അങ്ങനെയാണ് അവർ എത്രയും പെട്ടെന്ന് എത്തിച്ചത്. അത് മരണസംഖ്യ വരാൻ കാരണമായി എന്നുള്ളൊരു നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അധികൃതർ ഉൾപ്പെടെയുള്ളവർ. കാരണം അത്രയും ജനങ്ങളാണ്, 10,000 പേർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ലക്ഷക്കണക്കിന് പേരാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സം സൃഷ്ടിച്ചു ഈ ആൾക്കൂട്ടം. അപ്പോൾ തന്നെ ആംബുലൻസുകൾക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ അത്തരത്തിൽ വലിയൊരു ദുരന്തം തന്നെ അവിടെ സംഭവിച്ചത് ഈ ജനങ്ങളുടെ കൂടുതൽ ജനങ്ങൾ ഉള്ളതുകൊണ്ട് അതൊരു തടസ്സമായി മാറി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വെള്ളം കിട്ടാതെ ചിലർ വലഞ്ഞു എന്നുള്ളതാണ്. കാരണം അത്രയും വെയിലും ഒരു പ്രതികൂല കാലാവസ്ഥയും ഒക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിനോട് ചോദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. കാരണം ആ ഒരു വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആൾക്കാർ കുഴഞ്ഞു വീഴുകയും വെള്ളത്തിനൊക്കെ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ആംബുലൻസൊക്കെ വരാൻ വേണ്ടിയുള്ള ഒരു ആൾക്കാരുടെ ആവശ്യം നമ്മൾ കണ്ടതാണ്. ഇതിനിടെയാണ് വിജയ് പ്രസംഗം നിർത്തി തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോഴും ചികിത്സയിൽ നിരവധി പേർ കഴിയുന്നുണ്ട്. ഇന്നാണ് ഒരു മരണം സ്ഥിരീകരിച്ചത്. അങ്ങനെ 40 എന്നൊരു സംഖ്യയിലേക്ക് മരണസംഖ്യ എത്തിയിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു വിഷയത്തിൽ TVKയുടെ റാലി നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘടനകൾ നൽകിയ ഹർജിയിൽ കോടതി മദ്രാസ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുകയാണ് അല്പസമയത്തിനകം. രേണുക, ശരി ഫൈസൽ, എന്തായാലും വ്യക്തമായിരിക്കുന്നു. തമിഴ്നാട് കരൂരിൽ TVK അധ്യക്ഷൻ വിജയുടെ റാലിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട മരിച്ചവരുടെ എണ്ണം 40. അതേസമയം സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട TVK മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് ഫൈസൽ അസീസാണ്.